സംസ്ഥാനത്ത് ഇടതു കോട്ടയെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന മണ്ഡലമാണ് കാസർഗോഡ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അതിൽ ഒരു അട്ടിമറി വിജയം രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത്. കഴിഞ്ഞ തവണത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് ഇടവെച്ചത് എന്നതാണ് പൊതുവിലയിരുത്തൽ. ഈ തവണ ഇടതു കോട്ടയിലേക്ക് CPM തിരികെ വരുമെന്നു ഏതായിരുന്നു പൊതുവിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വീണ്ടും കാസർഗോഡ് നിന്നും ജനപ്രതിനിധിയായി. UDF വോട്ട് മാത്രമല്ല LDF വോട്ടും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. LDF സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഭൂരിപക്ഷം നേടാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിണറായി വിജയനോട് നന്ദി പറയുന്നു എന്നും അദ്ദേഹം പറയുന്നു. പോസ്റ്റൽ വോട്ടുകൾ ഒപ്പിടാതെ അസാധുവാക്കി സർക്കാരിനോടുള്ള അമർഷം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചു. കലാകാരൻ എന്ന നിലയിൽ ലഭിച്ച അംഗീകാരമാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് സഹതാപ തരംഗമാണ് എന്നുമാണെന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ. കേൾക്കാം ഉണ്ണിത്താൻ എന്തു പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. ഏതായാലും ആദ്യം തന്നെ MP ആശംസകൾ ന്യൂസ് 8-ന്റെയും അതുപോലെ തന്നെ വ്യക്തിപരമായും. ഈ കഴിഞ്ഞ തവണ 40,000-ന് മുകളിൽ ആയിരുന്നു ഭൂരിപക്ഷങ്ങൾ, ഇത്തവണ അത് 1 ലക്ഷം കടന്ന് എത്തിയിരിക്കുന്നു. എന്താണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മാജിക്? കഴിഞ്ഞ തവണ ഞാൻ 50,000 വോട്ടിന് വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു എനിക്ക് തലയ്ക്ക് അസുഖമെന്ന് പറഞ്ഞു. ആരും അതങ്ങോട്ട് വിശ്വസിച്ചില്ല. പക്ഷേ കള്ളവോട്ട് കണ്ടമാനം കഴിഞ്ഞ പ്രാവശ്യം നടന്നു. ആ കള്ളവോട്ട് തടയാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ എൻ്റെ ഭൂരിപക്ഷം 50,000 ആകുമായിരുന്നു. ഇത്തവണ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ 1 ലക്ഷം വോട്ട് കടക്കും. അങ്ങനെ കടക്കുമെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ച വികാരം കഴിഞ്ഞ 5 വർഷക്കാലം ഈ കാസർഗോട്ടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു ചൊല്ലുണ്ട്. മാത്രമല്ല കവിവാക്യമുണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. ഞാൻ സൽക്കർമ്മമാണ് ഇവിടെ ചെയ്ത 5 വർഷം. ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ മണ്ഡലത്തിന് വേണ്ടി പാർലമെൻറ്റ് അകത്തും പുറത്തും ഞാൻ നടത്തിയ ഇടപെടലുകൾ, മനസ്സിലായില്ലയോ, ഞാൻ ചെയ്തു കൊടുത്ത വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയുണ്ട്. പിന്നെ ഈ തവണ ഞാൻ പറയാമല്ലോ, നിങ്ങളിപ്പോൾ ന്യൂസ് 18 ആദ്യം പറഞ്ഞല്ലോ, പ്രിൻ്റഡ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയ, ഇവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആരും എന്നെ ഉപദ്രവിച്ചില്ല. ചില ആളുകളൊക്കെ മനഃപൂർവ്വം ഞാൻ തോറ്റു അഹങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. അവർക്കൊക്കെ അവരുടേതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവരിപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ റെക്കോർഡ് മാറ്റി പറയും. അന്ന് എനിക്ക് യാതൊരു വിരോധമില്ല. കാസർഗോട്ടെ ജനങ്ങളിൽ ഞാൻ അർപ്പിച്ച വിശ്വാസം, അവരെന്നിൽ അർപ്പിച്ച വിശ്വാസം, അത് ഒരു ശക്തിക്കും തകർക്കാൻ ഈ ജന്മം കഴിയില്ല. ഞാൻ അടുത്ത ജന്മം വല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു വിശ്വാസമാണ് എന്നെ ഇത്തരം വലിയ വിജയത്തിലെത്തിച്ചത്. കാസർഗോട്ടെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അത് രാഷ്ട്രീയ കോൺഗ്രസിന് UDFന് അതീതമായ രാഷ്ട്രീയ ശക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, സാമൂഹ്യ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, സാമുദായിക സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, സാംസ്കാരിക സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആബാലവൃദ്ധം ജനങ്ങളും എന്നെ സ്നേഹിച്ചിരുന്നു, എന്നെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് ആ അംഗീകാരമാണ് ഇത്തവണ വോട്ടിങ്ങിലൂടെ പ്രതിഫലിച്ചത്. ഈ ഇടതിൻ്റെ ഒരു ശക്തി കോട്ടയാണ് കാസർഗോഡ് ആയാലും തൃക്കരിപ്പൂർ, അതുപോലെ ഉദുമ, കാഞ്ഞങ്ങാട്, ഈ 3 മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുമായ ബാലകൃഷ്ണ മാസ്റ്റർ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷം നേടാൻ. ഇതിലെങ്ങനെ കാണുന്നു? ബാലകൃഷ്ണ മാസ്റ്റർ മണ്ഡലത്തിൽ മാത്രമല്ല, ബൂത്തിൽ അദ്ദേഹം എല്ലാ സ്ഥലത്തും നടന്ന് പ്രസംഗിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ വരുത്തനാണ്. വരുത്തൻ അദ്ദേഹം ജനിച്ചു വളർന്ന ബൂത്തിൽ ഞാനാ ലീഡ് ചെയ്ത്. എന്തായാലും 10,000 വോട്ടിന് മുകളിൽ MLA ഉള്ളൊരു മണ്ഡലമാണത്. സ്ഥാനാർത്ഥിയുടെ മണ്ഡലമാണ്. സ്ഥാനാർത്ഥിയുടെ ബൂത്തിലും മണ്ഡലത്തിലും ഞാനാ ലീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വരുത്തനാണോ ഇരുത്തനാണോ കൊള്ളാവുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി മേലാൽ വരുത്തൻ എന്ന പ്രയോഗം ഉപയോഗിക്കരുത്. വരുത്തനൊക്കെ ഇപ്പോൾ ഇറക്കുമതി ചെയ്ത പോലെയാണ് ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞു വിട്ടത്. അവരുടെ ഭൂരിപക്ഷം MLA അടുത്ത് പോലും നിലനിർത്താൻ അവർക്കായില്ല. അതുകൊണ്ടാണ് ഈ വൻപിച്ച വിജയം. അതിൻ്റെ അർത്ഥം UDF വോട്ടുകൾ മാത്രമല്ല എനിക്ക് കിട്ടിയത്, LDF വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് ഒന്ന് ഞാൻ പിണറായി വിജയനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, മനസ്സിലായില്ലേ. ഇത് പോസ്റ്റ് വോട്ടല്ലേ നിങ്ങൾ കണ്ടോ? പോസ്റ്റ് വോട്ടിൽ എല്ലാം NGO യൂണിയന്മാരുടെ ആളുകളെ നിയമിച്ചത്. അവർ വോട്ടറുടെ വിരലം പതിച്ചു അല്ലെങ്കിൽ ഒപ്പിട്ടു. പക്ഷെ അവരുടെ ഒപ്പ്, പേര്, ഡെസിഗ്നേഷൻ, ഇത് 3 എഴുതിയില്ല, ഇത് 3 എഴുതിയില്ല, വോട്ട് അസാധുവാണ്. അപ്പോൾ അവരുടെ പ്രതിഷേധം ഈ പോസ്റ്റ് വോട്ടിൻ്റെ കവറിലൂടെ, ഈ പ്രായം ചെന്നവരുടെ വോട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ എല്ലാ വോട്ടും അസാധുവായി. എത്രയോ വോട്ട്. അപ്പം
6500 വോട്ട് അസാധുവായി. ഈ 6500 വോട്ടും അവർക്കുള്ളതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ NGO യൂണിയൻകാർ ഈ ഗവൺമെൻറ്റിനോടുള്ള കാര്യം അവന് കൊടുക്കേണ്ട ഒന്നും കൊടുക്കുന്നില്ലോ, പിന്നെ അങ്ങനെ കുത്തി കൊടുക്കുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിശക്തമായ വികാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ട്രഡീഷണൽ കേന്ദ്രങ്ങളുണ്ടായി. അതെനിക്ക് അനുഗ്രഹമായി മാറി. ഈ സംസ്ഥാന തലത്തിലേക്ക് വന്നാൽ ഇപ്പോൾ 18 സീറ്റ് ഇപ്പോൾ BJPക്കും അതുപോലെ തന്നെ LDF CPM-ന് 1 സീറ്റ് വീതമാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിന് അനുകൂലമായൊരു ഫാക്ടർ വലിയ തോതിൽ കഴിഞ്ഞ തവണത്തെ ഇത്ര ഉണ്ടായിരുന്നില്ല ഇപ്പോൾ, പക്ഷെ വലിയ ഭൂരിപക്ഷം ഇപ്പോഴും നേടാൻ കഴിഞ്ഞു. അതെന്താണ്? അല്ല, പാലക്കാടും അതുപോലെ തന്നെ ആലത്തൂരും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. കഴിഞ്ഞ തവണ ജയിച്ച ആളുകൾ അത് നിലനിർത്താൻ ശ്രമിച്ചെടുത്ത് നിലനിർത്താൻ ശ്രമിക്കാത്തടത്താണ് അത് ആ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠനൊക്കെ അത് നിലനിർത്താൻ ശ്രമിച്ചു. ഇപ്പുറത്തും അതാണ്. സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ഒരു കലാകാരനാണ്. നാളെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം നമുക്കറിയാം. നാളെ അദ്ദേഹം പാർലമെൻറ്റിൽ മത്സരിച്ച മാർക്സിസ്റ്റുകാരാണ് വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും. മമ്മൂട്ടിയൊക്കെ നമ്മുടെ പൊതു സ്വത്താണ്. സുരേഷ് ഗോപി അങ്ങനെ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ ഒരു കലാകാരന് കൊടുക്കേണ്ട അംഗീകാരം അതാണ്, അംഗീകാരമാണ്. അല്ലെങ്കിൽ ഇത്രയും വോട്ട് എവിടുന്ന BJPക്ക് അവിടെ? കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് നിങ്ങൾ പരിശോധിക്കുക. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഉള്ള വോട്ട് ഇത് നോക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഒരു സഹതാപം അവിടെയുണ്ട്. ആ സഹതാപം വർക്കൗട്ട് ചെയ്തു. ഈ തൃശ്ശൂരത്തെ കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രി മുരളീധരൻ പറഞ്ഞത് ദേശീയ നേതാക്കൾ, അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെ BJPക്കും അതുപോലെ തന്നെ CPM-നും ദേശീയ നേതാക്കൾ വരുമ്പോൾ മുരളീധരന് ദേശീയ നേതാക്കൾ പ്രചരണത്തിലെത്തിയില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം നോക്കിയാലും ദേശീയ നേതാക്കൾ വലുതായിട്ട് കാസർഗോഡ് വന്നിട്ടില്ല. പക്ഷേ 1 ലക്ഷത്തിൻ്റെ ആ പറയുന്നതിൽ ഒരു എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള 1 ശ്രീ രമേശ് ചെന്നിത്തല, 2 VD സതീശൻ, 3 അന്നത്തെ KPCC പ്രസിഡന്റ് CMM ഹസൻ. വേറെ ആരാ ഇവിടെ വന്നേ? ഇവിടെ തൊട്ടടുത്ത് കർണാടകത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമല്ലേ കാസർഗോഡ്. DK ശിവകുമാർ കണ്ണൂർ പോയി, വടകര പോയി, തൃശ്ശൂർ പോയി, എറണാകുളത്ത് പോയി, തിരുവനന്തപുരത്ത് പോയി, ആറ്റിങ്ങ പോയി. ഇവിടെ വന്നില്ലല്ലോ. ഒരു ദിവസമെങ്കിലും അദ്ദേഹം വന്നാൽ 10 വോട്ട് കൂടുതൽ കിട്ടുന്ന സ്ഥലമല്ലേ ഇവിടെ? വന്നില്ല. സിദ്ധാരാമയ്യ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച അവസാനം അദ്ദേഹത്തിന് പനിയാന്ന് പറഞ്ഞു. പനി പിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വരാമായിരുന്നല്ലോ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ആരും വന്നില്ല. ഒരു ദേശീയ പറഞ്ഞ മനസ്സിലായില്ലയോ? രാഹുൽ ഗാന്ധി വന്നില്ല, പ്രിയങ്ക ഗാന്ധി വന്നില്ല, കോൺഗ്രസ് പ്രസിഡന്റ് വന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജനങ്ങളുമായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ ബന്ധമാണ് വോട്ടുകളായി മാറുന്നത്. പിന്നെ ഇതൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇനി മത്സരിക്കാനില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ പരിഗണിക്കാവുന്ന അതെല്ലാം നിങ്ങൾ KC വേണുഗോപാലാണ് ഇന്ത്യയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം കേരളത്തിലുള്ള ആളാണ്. മുരളീധരൻ മത്സരിക്കണോ വേണ്ടതെന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. സംഘടനാ തലത്തിലേക്ക് അതല്ല ഞാൻ പറഞ്ഞത്. മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയിൽ ഏത് തലത്തിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡും അത് സമ്മതമാണോ ഇല്ലയോ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എ പേഴ്സണൽ മാറ്റർ ഓഫ് മുരളീധരൻ. പിന്നെ സംഘടനാപരമായിട്ട് അത് തീരുമാനം എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അവരുടെ അധികാര പരിധിയിൽ കൈകടത്താൻ ഞാനില്ല. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തായാലും വലിയ വിജയമാണ് നേടുന്നത്. കാരണം ഒരു തരത്തിലും പ്രതീക്ഷയുണ്ടാവാത്ത ഒരു മണ്ഡലത്തിൽ വന്ന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ വ്യക്തി എന്നത് രാജ്മോഹൻ ഉണ്ണിത്താന് സ്വന്തമാകുന്ന ഒരു ഇമേജ് കൂടിയാണ്.